നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ക്ഷേത്രങ്ങളിലെ ധ്വജങ്ങളെക്കുറിച്ചാണ്. അതായത് ദേവി അല്ലെങ്കിൽ ദേവൻ ഇരിക്കുന്ന ശ്രീകോവിലിന് മുമ്പിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ധ്വജങ്ങൾ അഥവാ കൊടിമരങ്ങളാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. ഈ കൊടിമരങ്ങൾ ചിലയിടങ്ങളിൽ സ്വർണം കൊണ്ടാണ്, ചിലയിടങ്ങളിൽ വെള്ളി കൊണ്ടാണ്, ചിലയിടങ്ങളിൽ ഓടുകൊണ്ടാണ്. ഇങ്ങനെ ചില ഓരോരോ ക്ഷേത്രങ്ങളുടെയും സാമ്പത്തികമനുസരിച്ച് വ്യത്യസ്തങ്ങളായ നിലവാരത്തിലുള്ള കൊടിമരങ്ങളാണ് ഓരോ ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ കൊടിമരങ്ങളെല്ലാം ദേവൻ്റെ നട്ടെല്ലുകളാണ് എന്നാണ് പറയപ്പെടുന്നത്. അകത്തിരിക്കുന്ന ദേവിയുടെ അല്ലെങ്കിൽ ദേവൻ്റെ നട്ടെല്ലാണത്രേ പുറത്തുള്ള കൊടിമരം. അങ്ങനെയാണെങ്കിൽ ഈ നട്ടലിന് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് അകത്തിരിക്കുന്ന ദേവനെ അല്ലെങ്കിൽ ദേവിയെ ബാധിക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഗുരുവായൂർ അമ്പലത്തിലും ഏറ്റുമാനൂർ അമ്പലത്തിലെയും കൊടിമരങ്ങൾക്ക് എന്തൊക്കെയോ ന്യൂനതകളുള്ളതായി റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. കാരണം ഏറ്റുമാനൂർ ലക്ഷങ്ങൾ മുടക്കിയാണ് അവിടെ ആ ധ്വജപ്രതിഷ്ഠ നടത്തി ഏതാനും ദിവസങ്ങൾക്കകം ഇതിൻ്റെ ന്യൂനതകൾ കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ ഇന്നുവരെ അതിന് മാറ്റമുണ്ടായിട്ടില്ല. കാരണം ധ്വജപ്രതിഷ്ഠ നടത്തി ഇത്ര നാളുകൾക്ക് ശേഷം മാത്രമേ പുനഃപ്രതിഷ്ഠ നടത്താവൂ എന്നുണ്ട്. അപ്പോൾ അതുവരെ ഈ ന്യൂനതകളുള്ള കൊടിമരമുള്ള ക്ഷേത്രത്തിൽ ഭക്തർ തൊഴാൻ വിധിക്കപ്പെടുന്നു. അത് ശരിയോ തെറ്റോ എന്നെനിക്കറിഞ്ഞാൽ കൊള്ളാം. ഇനി മറ്റൊന്ന് പറയാനുള്ളത്, മിക്കവാറും ക്ഷേത്രങ്ങളിൽ വളരെ പ്രശസ്തമായിട്ടുള്ള പല ക്ഷേത്രങ്ങളിലും കൊടിമരമില്ല. പല ക്ഷേത്രങ്ങളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടുള്ള എനിക്ക് പല ക്ഷേത്രങ്ങളിലും കൊടിമരമില്ലാതെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ദേവീദേവന്മാർക്ക് നട്ടലില്ലേ? നട്ടലില്ലാത്ത ക്ഷേത്രങ്ങളിൽ നമ്മൾ തൊഴാൻ പാടില്ലേ? ആചാര്യന്മാർ പറഞ്ഞു വച്ചിരിക്കുന്ന സിദ്ധാന്തങ്ങളിൽ നിന്നാണ് എൻ്റെ ചോദ്യം. കൊടിമരമുള്ള ക്ഷേത്രങ്ങളും കൊടിമരമില്ലാത്ത ക്ഷേത്രങ്ങളുമുണ്ട്. കൊടിമരം ദേവൻ്റെ നട്ടലാണെങ്കിൽ കൊടിമരമില്ലാത്ത ക്ഷേത്രങ്ങളിലിരിക്കുന്ന ദേവീദേവന്മാർക്ക് നട്ടലില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ദയവേത് അറിയാവുന്നവർ ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരിക്കും. നന്ദി, നമസ്കാരം.